BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഡിസൈർ കലരിക്കൽ ബസാർ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. KG's ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. റോയൽ ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. Hedge Wealth Management Services. Mr. Butler Soda Maker. Add happiness to water. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. ഏറ്റവും പുതിയ ഡിസൈനർ കുർത്തികളുടെ വൻ ശേഖരവുമായി ശില്പ ഡിസൈൻസ്, മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിന് സമീപം, തൊടുപുഴ. ഡോക്ടർ സാർ, കേട്ടല്ലോ കുഷ്ഠത്തിന് ചികിത്സ സാധ്യമാണെന്ന്. പക്ഷെ ഇതിന്റെ ലക്ഷണം എന്താ? നേർത്തതോ ചുവന്നതോ ചെമ്പ് നിറത്തിലുള്ളതോ ആയ മരവിപ്പ്, പാട്, തടിപ്പ്. MDT കുഷ്ഠത്തിന്റെ സുനിശ്ചിത ചികിത്സയാണ്. തുടക്കത്തിലെ പൂർണ്ണ ചികിത്സ ചെയ്യിച്ചാൽ വികലാംഗതയിൽ നിന്ന് രക്ഷപ്പെടാം. ഇതിന്റെ ചികിത്സ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൗജന്യമായി ലഭ്യമാണ്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൌസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs, തൊടുപുഴ. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്തായ ഇടമലക്കുടിയിൽ 99.8 ലക്ഷം രൂപ മുതൽ മുടക്കിൽ ആശുപത്രി നിർമ്മിക്കുവാൻ ഭരണാനുമതി ആയതായി ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ. കേരള ജനതയെ പട്ടിണിക്കിടുന്ന സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെ BJP സംസ്ഥാന വ്യാപകമായി നടത്തുന്ന 24 മണിക്കൂർ ദിനരാത്ര സമരം തൊടുപുഴയിൽ സമാപിച്ചു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUCയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന സമര പ്രചരണ ജനകീയ ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. AITUC ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ജിജി ജോസഫിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ നടത്തുന്ന ന്യൂനപക്ഷ മത മേലധ്യക്ഷരുമായുള്ള സ്നേഹ സന്ദർശന പരിപാടി ഇടുക്കി ജില്ലയിലും പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹരിയാനയിൽ നിന്നും വിദഗ്ധ സംഘം മടക്കത്താനം കാപ്പ് NSSLP സ്കൂളിലെത്തി. സ്കൂളിലെ ഹൈടെക് ക്ലാസ് മുറികൾ ഈ 9 അംഗ സംഘം സന്ദർശിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്തായ ഇടമലക്കുടിയിൽ 99.8 ലക്ഷം രൂപ മുതൽ മുടക്കിൽ ആശുപത്രി നിർമ്മിക്കുവാൻ ഭരണാനുമതി ആയതായി ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രി സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 300 കിടക്കകളുള്ള ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രി സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ നിർവഹിച്ചു. ഇടമലക്കുടിയിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ ആശുപത്രി സ്ഥാപിക്കുമെന്നും ഇതിനായി 99.8 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായും മന്ത്രി പറഞ്ഞു. അപ്പോൾ NHM അവിടെ നല്ലൊരു ആശുപത്രി എടുക്കുന്നതിന് 99.8 ലക്ഷത്തിന്റെ നൽകി കഴിഞ്ഞു എന്ന സന്തോഷ വാർത്തയും ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ്. ഇടമലക്കുടിയിൽ എത്രയും പെട്ടെന്ന് അവിടെ ഈ ആശുപത്രി എടുക്കണം. അതിന്റെ IP, അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ വാർഡ്, ലാബ്, നല്ല ലബോറട്ടറി, നല്ല ലാബർ റൂം. അപ്പൊ ഈ പ്രശ്നം വരില്ല. അവിടെ പ്രസവിക്കാൻ സ്ത്രീകളെ താഴേക്ക് കൊണ്ടുവന്നിട്ട് അപ്പോഴേക്കും അമ്മയ്ക്കും കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഈ മുഴുവൻ സൗകര്യങ്ങളും ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇടമലക്കുടിയിൽ ഒരുക്കിയിരിക്കുമെന്നുള്ളത് ഞാൻ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. റോഷി അഗസ്റ്റിൻ MLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ ആശുപത്രി കെട്ടിടത്തിന് മുന്നിൽ ചേർന്ന നിർമ്മാണ ഉദ്ഘാടന യോഗത്തിന്റെ പൊതുസമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്തു.
ഇപ്പൊ റോഷി ന്യായമായിട്ടാണ് ഞാൻ അധ്യക്ഷനാകേണ്ടതാ. എനിക്ക് റോഷിയാകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അത് എന്തിന് എനിക്ക് തർക്കമില്ലല്ലോ, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. നമ്മൾ ജനങ്ങൾ നമുക്ക് തരുന്ന മതിപ്പല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതൊന്നും ഒരു ആവശ്യമില്ലാത്ത പണി. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എം പി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ ജിയോ ഗൂഗിൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഗസ്തി അഴകത്ത്, വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ജനതയെ പട്ടിണിക്കിടുന്ന സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെ BJP സംസ്ഥാന വ്യാപകമായി നടത്തുന്ന 24 മണിക്കൂർ ദിനരാത്ര സമരം തൊടുപുഴയിൽ സമാപിച്ചു. മുനിസിപ്പൽ പ്രസിഡന്റ് സിജിമോന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ബിനു ജെ കൈമൾ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി KS സുലൈമാൻ മുഖ്യപ്രഭാഷണം നടത്തി. BJP നേതാക്കളായ PP സാനു, സുശീലൻ നായർ, പത്മഭൂഷൺ, ജിതേഷ് എന്നിവർ പ്രസംഗിച്ചു. മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന BJP ഒറ്റയ്ക്കാണ് അറിയുമോ? ആ പാലക്കാട് 15 വർഷക്കാലം MP ആയിരുന്ന കൃഷ്ണനാഥിനെ 3ാം സ്ഥാനത്താക്കിക്കൊണ്ട് BJPയുടെ ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്തെത്തി. ഈ നാട്ടിലെ ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർ ആദർശധീരൻ എന്ന് പറയുന്ന അച്യുതാനന്ദ മണ്ഡലത്തിലാണ് ഞാൻ ജീവിക്കുന്ന മലമ്പുഴ. അവിടെ എന്താ സ്ഥിതി? 2ാം സ്ഥാനത്ത് നമ്മുടെ പ്രിയങ്കരനായ കൃഷ്ണകുമാർ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, 2ാം സ്ഥാനത്തെത്തി. 3ാം സ്ഥാനത്ത് KSUയുടെ നേതാവായിരുന്ന VS ജോയ് 3ാം സ്ഥാനത്ത് തള്ളപ്പെട്ടു. അതാണ് കാലഘട്ടം. ചെറിയൊരു വ്യത്യാസമുണ്ടായിരുന്നെങ്കിൽ പാലക്കാടും മഞ്ചേശ്വരവും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഏതാനും മണ്ഡലങ്ങളും മലമ്പുഴയും എത്തുമായിരുന്നു. 48,000 വോട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിന് ലഭിച്ചത്. മനസ്സിലാക്കണം, അതിന് മുമ്പ് 2011 തെരഞ്ഞെടുപ്പിൽ കേവലം 2777 വോട്ട് കിട്ടിയ സ്ഥാനത്ത് 46,000 വോട്ട് കിട്ടിയിട്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തരായ നേതാവ് മോദിയോടുള്ള തൃപ്തി കാരണം ജനങ്ങൾ വോട്ട് ചെയ്തതാണ്. നിങ്ങളിവിടെ എന്തൊക്കെ നുണ പ്രചരിപ്പിച്ചാലും ഇന്നല്ലെങ്കിൽ സത്യം പുറത്തു വരും. സംശയമേ വേണ്ടേ. എന്താ ഒരു കാലത്ത് നിങ്ങൾ പറഞ്ഞത്? പശ്ചിമ ബംഗാളിൽ ഞങ്ങൾ വർഷങ്ങളായി ഭരിച്ചു, സംശയമില്ല. 35 കൊല്ലം നിങ്ങൾ ഭരിച്ചു. എന്തുണ്ടായി? 33 ലക്ഷം ബംഗാളികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ തൊഴിലെടുക്കുകയാണ്. ആരാണ് ഉത്തരവാദി? കേരളത്തിലെ BJPയുടെ RSSന്റെ കുഴപ്പം കൊണ്ടാണോ നിങ്ങളുടെ ഭരണം അവിടെ നഷ്ടപ്പെട്ടത്? ഇടുക്കി തപോവനം ശ്രീവ്യാസ ആശ്രമത്തിന്റെ 1ാമത് വാർഷികം ഫെബ്രുവരി 26-ന് ആശ്രമ ഗ്രൌണ്ടിൽ നടത്തപ്പെടുകയാണ്. രാവിലെ 10 മണിക്ക് ബാലസഭയും 2 മണിക്ക് മാതൃസഭയും നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആദിവാസി പിന്നാക്ക മേഖലകളുടെ വികസനവും അന്ധവിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് സമൂഹത്തെ നയിക്കുവാനുള്ള പദ്ധതികളും മതവൈര്യത്തിൽ നിന്നും മതസൗഹാർദ്ദത്തിലേക്ക് എത്തുന്നതിന് ബോധവൽക്കരണ പരിപാടികളും വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കും. ഈ വർഷത്തെ ആദിവാസി പിന്നാക്ക മേഖലയുടെ വികസനത്തിന് ആവശ്യമായ റിപ്പോർട്ടുകളും ഫീച്ചറുകളും മുൻനിർത്തി ഇടുക്കി ജില്ലയിലെ മാധ്യമപ്രവർത്തകർക്കുള്ള മാധ്യമധർമ്മ പുരസ്കാരത്തിന് ദൂരദർശൻ ആകാശവാണി റിപ്പോർട്ടർ ആന്റണി മണിയേറിയും സമ്മിശ്ര കൃഷിരീതിയെ മാനദണ്ഡമാക്കി പ്രഖ്യാപിച്ചിട്ടുള്ള കർഷകരത്ന പുരസ്കാരത്തിന് MG സുരേഷ്, MG സുഭാഷ് രാജാക്കാരനും വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം നൽകപ്പെടും. ആശ്രമം മഠാധിപതി സ്വാമി ദേവചൈതന്യ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം വൈദ്യുതവകുപ്പ് മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്യും. ഈ പുരസ്കാര സമർപ്പണ സമ്മേളനം 26-ാം തീയതി 6 മണിക്ക് ആശ്രമം ഗ്രൗണ്ടിൽ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ MM മണി ഉദ്ഘാടനം നിർവഹിക്കുന്നതും ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠനായിട്ടുള്ള ദേവചൈതന്യ സ്വാമികളുടെ അനുഗ്രഹ പ്രഭാഷണവും ഇടുക്കി MP ചടങ്ങിൽ മുഖ്യ പ്രഭാഷണവും പുരസ്കാര സമർപ്പണം ഇടുക്കി MLA റോഷി അഗസ്റ്റീനും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രാഹിം കുട്ടി കല്ലാർ, ശിവഗിരി മഠം സന്യാസി ശ്രേഷ്ഠൻ സ്വാമി ദേവചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മുഖ്യപ്രഭാഷണവും റോഷി അഗസ്റ്റീൻ MLA പുരസ്കാര സമർപ്പണവും നിർവഹിക്കും. ചടങ്ങിൽ കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ, വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ആശ്രമ മഠാധിപതി സ്വാമി ദേവചൈതന്യ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ സുരേഷ് പള്ളിപ്പുറത്ത്, കൺവീനർ സാജു കണ്ടത്തിൽ, ക്ഷേത്രസമിതി സംയോജകൻ CB ശശിധരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു.
തൊടുപുഴ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഫെബ്രുവരി 24-ാം തീയതി മഹാശിവരാത്രി ആഘോഷിക്കും. 23-ാം തീയതി കാവടി നിറയ്ക്കൽ, കാവടി പൂജ എന്നിവ നടക്കും. ശിവരാത്രി നാളായ 24-ന് രാവിലെ 8:30-ന് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാവടി ഘോഷയാത്ര ആരംഭിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിളിപ്പുറത്തപ്പനായ കാഞ്ഞിരമറ്റത്തപ്പന്റെ തിരുമുമ്പിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ശിവരാത്രി പൂജയ്ക്കായും പിതൃബലി തർപ്പണത്തിനായും എത്തിച്ചേരുന്നത്. ശിവരാത്രി നാളായ 24 രാവിലെ 8:30 തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാവടി ഘോഷയാത്ര ആരംഭിക്കും. വഴിപാട് കാവടികളുടെയും ആട്ടക്കാവടികളുടെയും മയൂര നൃത്തത്തിന്റെയും പാണ്ടിമേളം, പഞ്ചിരിമേളം, തിടമ്പേറ്റിയ ഗജവീരന്റെയും അകമ്പടിയോടെ കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര നടക്കും. കാവടി നിറയ്ക്കലും കാവടി അഭിഷേകവും ദീപാരാധനയ്ക്ക് ശേഷം ഉമാമഹേശ്വര ഓഡിറ്റോറിയത്തിൽ നടക്കും. അതിനുശേഷം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് അഭിഷേകം നടത്തിയ കാവടികൾ രാത്രി വരികയും ശിവരാത്രി ദിവസം 24-ാം തീയതി രാവിലെ 8:30-ക്ക് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആട്ടക്കാവടികളുടെയും വഴിപാട് കാവടികളുടെയും മയൂര നൃത്തത്തിൻ്റെയും ഒക്കെ അകമ്പടിയോടെയുള്ള കാവടി ഘോഷയാത്ര കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിൽ 11:30 എത്തും. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ നടക്കും. അത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ വരുന്ന മുഴുവൻ ആൾക്കാർക്കും സാധുവൂട്ട് നടക്കും. വൈകിട്ട് 5 മണിക്ക് ഭസ്മകാവടി ഘോഷയാത്രയാണ്. ഒന്ന് ക്ഷേത്രത്തിന്റെ ആറാട്ടുകടവിൽ നിന്ന് ആരംഭിക്കുന്നു. 2 താലപ്പൊലി ഘോഷയാത്രകൾ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ 2 സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നു. വൈകിട്ട് 7 മണി മുതൽ സനാതന ധർമ്മസദസ് ആരംഭിക്കും. 3ാമത് ശിവകീർത്തി പുരസ്കാര ജേതാവായ MA കൃഷ്ണന് സനാതന ധർമ്മ സദസ്സിൽ വെച്ച് പുരസ്കാര സമർപ്പണവും നടക്കും. 8:30 മുതൽ ഭക്തിഗാനമേള, നൃത്തശില്പം, ബാലെ എന്നിവയുണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭാരവാഹികളായ KS വിജയൻ, PG രാജശേഖരൻ, TS രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൊടുപുഴ ഉപാസനയിൽ ഹിമാലയൻ യാത്രാനുഭവങ്ങൾ മഞ്ജു ഹാസൻ പങ്കുവച്ചു. ഫാദർ കുര്യൻ പുത്തൻപുരയ്ക്കൽ, MV ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. 1000 അടി കൂടി മുകളിലേക്ക് കയറിയ ചന്ദ്രശില കൊടുമുടിയിൽ 1000 അടി തുങ്കനാഥിൽ നിന്ന് 1000 അടി കൂടി മുകളിലേക്ക് ചന്ദ്രശില പീക്കാണ്. അവിടെ വലിയ കഥകൾ അവിടെയുണ്ട്. ചന്ദ്ര ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടാണ് ചന്ദ്രശില നമ്മുടെ പേരുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ തുങ്കനാഥിൽ നിന്ന് ഒരു പുഴ തുറന്നുണ്ട്. ആ പുഴയുടെ പേര് രസമാണ്, ആകാശഗംഗ എന്നാണ് അതിൻ്റെ പേര്. അന്വർത്ഥമാക്കുന്നതാണ്. 14,500 അടി ഉയരത്തിൽ നിന്നും ഒരു പുഴ തുറന്നുമ്പോൾ അതിന് ആകാശഗംഗ എന്നല്ലാതെ പേരിടുന്നത്. അപ്പോൾ ആകാശഗംഗ നേരെ തുറന്നുമാക്കുന്ന ഒരു നദി തന്നെയാണ്. ദേവതായ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു താഴ്വര. അവിടെ വെള്ള നിറത്തിലുള്ള എലികളും ഒക്കെ കാണാവുന്നതാണ്. നമ്മൾ നടന്നു പോകുന്നത് ഒറ്റയടി പാതയിലൂടെ വെള്ള നിറത്തിലുള്ള എലികൾ, വാലില്ലാത്ത തരം എലികൾ, അങ്ങനെ പല വ്യത്യസ്തമായ ജൈവ പ്രകൃതിയിലൂടെയാണ് ആ യാത്ര. അതായത് കറണ്ട് ഞാൻ അവസാനം പോകുമ്പോഴും കറണ്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ സാധ്യതകൾ വളരെ കുറവാണ്. വളരെ കുറച്ച് ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അങ്ങോട്ട് ഈ ഒരു ബസ് 2 മണിക്ക് വന്ന് 2:05 തിരിച്ചു പോകുന്ന ഒരു ബസ് മാത്രമാണ്. അതാണ് ശങ്കരാചാര്യ അവിടെ പൂജ ചെയ്തിട്ടുണ്ട്. അപ്പം സർപ്പച്ചെടി എന്ന് പറയുന്ന ചെടി നമ്മൾ ഇന്റർനെറ്റിൽ ഗൂഗിളിൽ ധാരാളമായി കണ്ടു. അങ്ങനെ അയക്കുന്ന സർപ്പച്ചെടി അതിൻ്റെ അവിടെ നിന്നൊരു നാക്ക് തെറ്റി നിൽക്കുന്ന പോലെ തന്നെ സർപ്പച്ചെടി. അത് ഈ തുങ്കനാഥ് പരിസരങ്ങളിൽ ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട് സർപ്പച്ചെടികൾ. പിന്നെ മഞ്ഞ് പുറഞ്ഞു കിടക്കുന്ന വഴികളിലൂടെയാണ്. അപ്പോൾ രാജനാഥനാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതുന്നത്, ഇഴഞ്ഞാണ് ഞാൻ തുങ്കനാഥന്റെ സന്നിധിയിൽ എത്തിയത്, തുങ്കനാഥന്റെ മുന്നിലെ മണികളിൽ ഞാൻ ആഞ്ഞു പിടിച്ചു വീഴാതിരിക്കാനൊക്കെ പറയും. അപ്പൊ അത് തുങ്കനാഥിലേക്ക് നടന്നു നീങ്ങുന്ന നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ചത് സത്യമായിരുന്നു. നമ്മുടെ ഇഴഞ്ഞാണ് തുങ്കനാഥന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റും. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ NCC യൂണിറ്റിന്റെ സുവർണ ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഷെയർ എ ബ്രെഡ് വിതരണവും ഫെബ്രുവരി 22 ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് നടക്കും. ബ്രിഗേഡിയർ സുനിൽ കുമാർ ഉദ്ഘാടനം നിർവഹിക്കും. ഷെയർ എ ബ്രെഡ് വിതരണം നഗരസഭാ അധ്യക്ഷ സഫിയ ജബാർ ഉദ്ഘാടനം നിർവഹിക്കും. റിട്ടയർഡ് IG S ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തും. മോൺസിഞ്ഞോർ ജോർജ് ഒലിയപ്പുറം അധ്യക്ഷത വഹിക്കും. എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹകരണം പ്രിൻസിപ്പൽ അഭ്യർത്ഥിച്ചു. എള്ളുംപുറം സെന്റ് മത്യാസ് CSI സഭയുടെ 130ാമത് പള്ളി പ്രതിഷ്ഠാ ദിന പെരുന്നാൾ 2017 ഫെബ്രുവരി 23, 24 തീയതികളിൽ നടത്തുമെന്ന് സെക്രട്ടറി ജോസ് ജോസഫ് പടിഞ്ഞാറേക്കര, ഇടവക വികാരി റവറൻ ജോണി ജോസഫ്, കൈക്കാരന്മാരായ EC ജോർജ് ഇല്ലിക്കൽ, MI ജോർജ് മച്ചിയാനിക്കൽ എന്നിവർ അറിയിച്ചു.
ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ജിജി ജോസഫിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ നടത്തുന്ന ന്യൂനപക്ഷ മത മേലധ്യക്ഷരുമായുള്ള സ്നേഹ സന്ദർശന പരിപാടി ഇടുക്കി ജില്ലയിലും പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യാത്രയുടെ ഭാഗമായി ഇടുക്കി ഭദ്രാസനാധിപൻ ഡോക്ടർ ഫിലിപ്പോസ് മാർ സ്റ്റെഫാനിയോസ് തിരുമേനിയെയും ഇടുക്കി ബിഷപ്പ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിനെയും സന്ദർശിച്ച ശേഷം യാത്ര എറണാകുളം ജില്ലയിൽ പ്രവേശിക്കും. പാസാവോ സാത്ത് ജലെ എന്ന് പേര് നൽകിയിരിക്കുന്ന യാത്ര ഇടുക്കിയിലെ മതമേലധ്യക്ഷന്മാരെ സന്ദർശിച്ച് പര്യടനം നടത്തും. BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ന്യൂനപക്ഷ വിഭാഗത്തിന് ലഭ്യമായിട്ടുള്ള നേട്ടങ്ങളും പദ്ധതികളും വിശ്വാസികളിൽ എത്തിക്കുക എന്നതാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവരുടെ അഭിപ്രായങ്ങൾ തേടുക, പാർട്ടിയുടെ മുന്നോട്ട് പോക്കിന് കോൺട്രിബ്യൂഷൻസിന് എന്തൊക്കെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കുക. ഇങ്ങനെ കേൾക്കുന്ന അഭിപ്രായങ്ങൾ ഒരുമിച്ച് റിപ്പോർട്ടാക്കി കേന്ദ്ര നേതൃത്വത്തിൽ സമർപ്പിക്കുക. ഇതാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂനപക്ഷ കൂട്ടായ്മ ഈ മാസം അവസാനം ഈ തൊടുപുഴയിൽ സംഘടിപ്പിക്കും. ന്യൂനപക്ഷങ്ങൾ കൂടുതൽ പാർട്ടിയിലേക്ക് അടുത്തു വരുന്നതിന് വേണ്ടിയും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ഭീതി ഉണ്ടാക്കിക്കൊണ്ടും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുമുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചും പ്രചരണങ്ങൾ നടത്തിയും ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്ന പ്രചരണങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി ന്യൂനപക്ഷ മോർച്ച ശക്തമായ ഒരു പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ന്യൂനപക്ഷ കൂട്ടായ്മ. യാത്രയുടെ ഭാഗമായി ഇടുക്കി ഭദ്രാസനാധിപൻ ഡോക്ടർ ഫിലിപ്പോസ് മാർ സ്റ്റെഫാനിയോസ് തിരുമേനിയെ സന്ദർശിച്ച സംഘം ഇടുക്കി ബിഷപ്പ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിനെ സന്ദർശിച്ച ശേഷം യാത്ര എറണാകുളം ജില്ലയിൽ പ്രവേശിക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KS സുലൈമാൻ, സംസ്ഥാന സെക്രട്ടറി അന്നമ്മ കുരുവിള, സംസ്ഥാന കമ്മിറ്റി അംഗം ഡെന്നി ജോസ് വെളിയത്ത്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അനിൽ കട്ടുപാറ, BJP ജില്ലാ പ്രസിഡന്റ് ബിനു ജെ കൈമൾ തുടങ്ങിയവർ പങ്കെടുത്തു. വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിലുള്ള മുല്ലക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ മോഷണം നടന്നു. ഗണപതി കോവിലിന് മുന്നിലുള്ള ഭണ്ഡാരം കുത്തിത്തുറന്നാണ് മോഷണം നടന്നിരിക്കുന്നത്. മറ്റ് 2 ഭണ്ഡാരങ്ങളും തുറക്കുവാനുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ എപ്പോഴും വാഹന സഞ്ചാരമുള്ള പാതയോരത്തോട് ചേർന്നുള്ള അമ്പലത്തിലെ മോഷണം പ്രദേശവാസികളിൽ അങ്കലാപ്പുണ്ടാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ തിരുമേനിയും കാര്യക്കാരനും വന്നപ്പോഴാണ് ഭണ്ഡാരം പൊളിച്ചായി കാണപ്പെട്ടത്. ഏകദേശം ഒരു 50,000-6,000 രൂപയ്ക്ക് മുകളിലോളം നഷ്ടപ്പെടണമെന്നാണ് ഞങ്ങളുടെ ഏകദേശ കണക്ക്. ഏകദേശം 2 ഭണ്ഡാരത്തോളം കുത്തി തുറക്കാൻ ശ്രമിച്ചിട്ട് ഒരെണ്ണം തുറന്ന് പൂർണ്ണമായും പൈസ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ പോലീസ് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിറങ്ങി പോയിട്ടുണ്ട്. ലോക മാതൃഭാഷാ ദിനാചരണത്തിന്റെ ഭാഗമായി സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചു. നാം എവിടെയായിരുന്നാലും എത്ര ഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നാലും നാം നമ്മുടെ മാതൃഭാഷയെ സ്നേഹിക്കുന്നവരും അത് ഉപയോഗിക്കുന്നവരും ആയിരിക്കണം. നമ്മുടെ മാതൃഭാഷയെ ഹൃദയത്തിൽ സൂക്ഷിച്ച് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന മാതൃകാപരമായ കാഴ്ചപ്പാടുള്ളവരായി നാം മാറണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ഹെഡ്മാസ്റ്റർ PJ പീറ്റർ പറഞ്ഞു. മലയാള ഭാഷയെ ഞെരുക്കി ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പത്രപ്പെടുന്ന ആളുകൾ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്ത സീറ്റിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ കൊച്ചിന് ഭക്ഷണം കൊടുക്കുകയും അമ്മ കൊച്ചിന് ഫിഷ് തരട്ടെ, കൊച്ചിന് റൈസ് തരട്ടെ, ചോറ് തരട്ടെ എന്ന് ചോദിക്കാൻ അതുമില്ല, റൈസ് തരട്ടെ, ഫിഷ് തരട്ടെ എന്നൊക്കെയുള്ള ഭാഷാ ഉപയോഗം. നമ്മുടെ ഇടയിൽ മലയാളം പഠിക്കുന്നത് എന്തോ ഒരു കുറച്ചിൽ പോലെ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ അയക്കുമ്പോൾ നമ്മുടെ മലയാള സ്കൂളിലേക്ക് കുട്ടികളെ അയക്കാൻ പൊതുവിദ്യാലയത്തിൽ കുട്ടിയെ അയക്കുന്നത് ദോഷമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം പ്രകടനപ്പെട്ടു വരികയും അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ വിദ്യാലയങ്ങൾ പൊതുവിദ്യാലയങ്ങൾ കുട്ടികളുടെ എണ്ണം പരിമിതമായിക്കൊണ്ടിരിക്കും. അവിടെ നിറയെ കുട്ടികളുമായി ഒരു കാലത്ത് പഠിപ്പിച്ചു പോകുന്ന പള്ളിക്കൂടങ്ങൾ ഇന്ന് വിരലിലെണ്ണാവുന്ന കുട്ടികളുടെ എണ്ണത്തിലേക്കായി മാത്രം തരം താഴ്ന്നിരിക്കുന്നു. യോഗത്തിൽ സാക്ഷരതാ മിഷൻ ട്രസ്റ്റ് അധ്യാപകൻ MM മാത്യു അധ്യക്ഷത വഹിച്ച സെമിനാർ തൊടുപുഴ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിനോജ് ജോസ് ഉദ്ഘാടനം ചെയ്തു. സാക്ഷരതാ കോർഡിനേറ്റർ ഡയസ് ജോസ് സ്വാഗതവും അധ്യാപകരായ ഷീജ, വി അരുൺകുമാർ, TK ബിജു എന്നിവർ ആശംസയും വിദ്യാർത്ഥി പ്രതിനിധി സുധീഷ് നന്ദിയും പറഞ്ഞു. വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ, വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. മറ്റു വികസന കാര്യങ്ങളുടെ കാര്യത്തിലും
തന്നെയാണ് നമ്മുടെ കേരള സംസ്ഥാനം എന്നുള്ളത്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം, ആദ്യത്തെ സംസ്ഥാനം. അതിനുവേണ്ടി സമ്പൂർണ്ണ സാക്ഷരത ഉൾപ്പെടെ ഇന്ന് ഒന്നാം സ്ഥാനം. ഇന്ന് നമ്മുടെ മാതൃഭാഷയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെ. ആ യാഥാർത്ഥ്യത്തെ മറച്ചുകയാണ്. സംസാരിച്ചു കഴിഞ്ഞാൽ ശിക്ഷാ നടപടികൾ വരെ ഉണ്ടാകുന്ന ഒരു സമ്പ്രദായം നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാകുന്ന പഴയതാളുകൾ വരെ എല്ലാവരും കൊണ്ട് നമ്മളുടെ ആദ്യം തന്നെ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാതെ മലയാളം മാത്രം സംസാരിക്കുവാൻ കഴിയുന്ന ഒരാൾ പോലും ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തട്ടാരത്തട്ട സെന്റ് പീറ്റേഴ്സ് യു പി സ്കൂൾ സാഹിത്യ സമാജം, വിദ്യാലയ ദിനം, രക്ഷാകർതൃ ദിനം, വിദ്യാരംഗം, കലാസാഹിത്യവേദി എന്നിവയുടെ സംയുക്ത വാർഷികവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും ഫെബ്രുവരി 23 വ്യാഴാഴ്ച 5 നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരിക്കുമെന്ന് മാനേജർ ഫാദർ എബ്രഹാം, ഹെഡ്മാസ്റ്റർ PJ അബ്രഹാം, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് KK തോമസ് തുടങ്ങിയവർ അറിയിച്ചു. തൊടുപുഴയിൽ കളഞ്ഞുകിട്ടിയ സ്വർണം ഉടമയ്ക്ക് തിരികെ നൽകി യുവ വ്യാപാരി മാതൃകയായി. കാരിക്കോട് CMR വെജിറ്റബിൾസിലെ CM ഷിഹാബുദ്ദീനാണ് സ്വർണ്ണാഭരണം തിരിച്ചു നൽകിയത്. കഴിഞ്ഞ ദിവസം സ്ഥാപനത്തിന് മുന്നിൽ കിടന്ന സ്വർണ്ണമാല അതുവഴി വന്ന ഒരു സ്ത്രീയാണ് ഇവിടെ ഏൽപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ആഭരണത്തിന്റെ ഉടമയായ പന്നിമറ്റം കാളിയന്താനത്ത് ശോഭന സോമനാണെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് കാരിക്കോട് സഹകരണ ബാങ്ക് ഡയറക്ടർ ഹരികുമാർ, ലത്തീഫ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഷിഹാബ് ശോഭനയ്ക്ക് സ്വർണ്ണാഭരണം തിരികെ നൽകി. കണ്ണൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയം നേടിയ തൊടുപുഴ നിവാസികളായ കലാപ്രതിഭകൾക്ക് തപസ്യയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 25 സ്വീകരണം നൽകും. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന കലോത്സവത്തിൽ വിജയികളായവരെയും അനുമോദിക്കും. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 ചേരുന്ന സമ്മേളനം തപസ്യ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും. സംഗീത സംവിധായകൻ ആലപ്പി രംഗനാഥ് പ്രതിഭകളെ അനുമോദിക്കുമെന്ന് സർഗോത്സവം ഭാരവാഹികളായ PR സുന്ദരരാജൻ, ആദർശ് രാജ് എന്നിവർ അറിയിച്ചു. പൌരോഹിത്യ സ്വീകരണത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കോഴിക്കോട് കുണ്ടുത്തോട് സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് കള്ളിക്കാട്ടിന് ജന്മനാടായ തുടങ്ങനാട്ടിൽ കുടുംബാംഗങ്ങൾ അനുമോദനം നൽകും. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 തുടങ്ങനാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ കൃതജ്ഞതാ ബലി അർപ്പിക്കും. 3:30 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിക്കും. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ മാത്യു അറക്കൽ, മുൻ മന്ത്രിമാരായ KM മാണി, PJ ജോസഫ്, അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP, റവർ ഡോക്ടർ ജോസഫ് മലേപ്പറമ്പിൽ, അഡ്വക്കേറ്റ് ജോയി എബ്രഹാം MP, MLA-മാരായ PT തോമസ്, റോഷി അഗസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പൌലോസ്, വൈസ് പ്രസിഡന്റ് കുട്ടിയമ്മ മൈക്കിൾ, ഫാദർ ഈനാസ് ഒറ്റത്തെങ്ങുങ്കൽ, ഫാദർ തോമസ് വലിയ വീട്ടിൽ, ഫാദർ ജോർജ് മുല്ലൂർ, അഡ്വക്കേറ്റ് KT മൈക്കിൾ തുടങ്ങിയവർ പങ്കെടുക്കും. 1967 സുൽത്താൻ ബത്തേരി അസംഷൻ പള്ളിയിൽ സഹവികാരിയായി പ്രവർത്തനം തുടങ്ങി. മാങ്ങോട്, ചന്ദനിക്കാംപാറ, മണക്കടവ്, മാമ്പൊയിൽ, കൊഴിച്ചാൽ, രാജഗിരി, വേനപ്പാറ, പശുക്കടവ്, തേക്കുംകുറ്റി, പാടത്തുകടവ്, കുളത്തുവയൽ, ചെമ്പൂക്കടവ്, പെരിന്തൽമണ്ണ പള്ളികളിൽ വികാരിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. തലശ്ശേരി, മാനന്തവാടി, താമരശ്ശേരി രൂപതകളിലാണ് പൌരോഹിത്യ ജോലി നിർവഹിച്ചു വന്നത്. തപാൽ വകുപ്പ് ജീവനക്കാരൻ വീട്ടിൽ മരിച്ച നിലയിൽ. കലൂർ കാനാക്കുന്നൽ പൈലിയുടെ മൃതദേഹമാണ് ചൊവ്വാഴ്ച രാവിലെ കണ്ടെത്തിയത്. പൈലിയും ഭാര്യയും മാനസിക അസ്വാസ്ഥ്യം ഉള്ളവരാണെന്ന് പോലീസ് പറഞ്ഞു. ഇരുവരും വീട്ടിൽ തനിച്ചാണ് താമസം. കുട്ടികൾ ചൈൽഡ് വെൽഫെയർ സൊസൈറ്റിയുടെ സംരക്ഷണയിലാണ് പഠിക്കുന്നത്. കല്ലൂർക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUCയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന സമര പ്രചരണ ജനകീയ ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. AIYF ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് P. ഹുസൈൻ, AIYF താലൂക്ക് കമ്മിറ്റിക്ക് വേണ്ടി KK നിഷാദ്, AISF താലൂക്ക് കമ്മിറ്റിക്ക് വേണ്ടി അൻവർ നാസർ, ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷന് വേണ്ടി സഖാവ് PR ചന്ദ്രൻ, ജോയിന്റ് കൌൺസിൽ താലൂക്ക് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് CA ശിവൻ. KSRTC യൂണിയൻ AITUC ജനറൽ സെക്രട്ടറി MG രാഹുലാണ് ജാഥ ക്യാപ്റ്റൻ. തൊടുപുഴയിൽ നടന്ന സ്വീകരണ സമ്മേളനം AITUC ജില്ലാ സെക്രട്ടറി K. സലിം കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഫെബ്രുവരി 16 കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ 27 തിരുവനന്തപുരത്ത് സമാപിക്കും.
സേവ് KSRTC, സേവ് എംപ്ലോയീസ് എന്നാണ് മുദ്രാവാക്യം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒരു മനസ്സായി നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ചില വാഗ്ദാനങ്ങൾ പറയുകയുണ്ടായി. ഈ കേരളത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ സംരക്ഷണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഭദ്രമായിരിക്കുമെന്നാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം. KSRTC അടക്കമുള്ള കേരളത്തിലെ പൊതുമേഖലാ വ്യവസായങ്ങളെ സംരക്ഷിക്കുവാനും ആ വ്യവസായത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ തൊഴിലും കൂലിയും അവരുടെ ആനുകൂല്യങ്ങളുമെല്ലാം നിലനിർത്തുവാനും കൊടുക്കുവാനുമുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. തൊടുപുഴ അടിമാലി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. ചൊവ്വാഴ്ച കലൂർ കൊച്ചുകുടി താഴത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ചു. ബൈക്കിന് പിന്നിലിരുന്ന സ്ത്രീ സമീപത്തുള്ള പുരയിടത്തിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. വാഹനങ്ങളുടെ അമിത വേഗതയും റോഡിന്റെ വീതി കുറവും അപകടത്തിന് വഴിയൊരുക്കുന്നു. ഹരിയാനയിൽ നിന്നും വിദഗ്ധ സംഘം മടക്കത്താനം കാപ്പ് NSS LP സ്കൂളിലെത്തി. സ്കൂളിലെ ഹൈടെക് ക്ലാസ് മുറികൾ ഈ 9-അംഗ സംഘം സന്ദർശിച്ചു. 100% സാക്ഷരത നേടിയ കേരളത്തിലെ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ച് പഠനം നടത്തുന്നതിനാണ് ഇവർ ഇവിടെ എത്തിച്ചേർന്നത്. Very thankful for this opportunity that we have a visit from the Haryana team. We are come here and see the kids of the NSS LP school. The headmaster Vidu will give a very good exposure to us to meet the very small kids. They are learning their education. They are not only educationists, they take their education as well as they learn the system, they learn education, they learn etiquettes. Everything whatever they are learning is a very marvelous, in a very beautiful way, in an art integrated way, in a very playway method, in a child-centric pedagogy, what are imparting to the students. It is a very nicely, what we have seen here, this is unforgettable. We will definitely give this type of training and education to our state in Haryana. Also, we will give the videos and also show how the students are learning here. It's very marvelous and very unforgettable. Thank you very much. കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ ഇവർ സന്ദർശനം നടത്തും. ഈ സ്കൂളിലെ ഹൈടെക് ക്ലാസ് റൂമുകളും പഠനരീതിയും വളരെ മികച്ചതാണെന്നും സംഘം വിലയിരുത്തി. അതിഥികൾക്ക് മുമ്പിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച് കുരുന്നു പ്രതിഭകളും സംഘത്തെ വരവേറ്റു. ഹരിയാന എസ്യാറ്റിൽ നിന്നുള്ള ഒരു ടീമാണ് വന്നിട്ടുള്ളത്. അവർ സബ്ജക്റ്റ് എക്സ്പേർട്സും അതുപോലെ അവിടുത്തെ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സുമാണ്. ഇവർ കേരളത്തിലെ 100% ലിറ്ററസിയാണ് അവർക്കൊരു വലിയ അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത്. അവർ അതിൻ്റെ ഒരു കാരണം കണ്ടെത്തുക, കേരളം വിദ്യാഭ്യാസപരമായിട്ട് ഇത്രയും മുന്നിട്ട് നിൽക്കുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കുക, ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ SSA, ഡയറ്റ്, SCRT സ്കൂളുകൾ തുടങ്ങിയവ സന്ദർശിക്കുകയും അവർ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയും അവരുടെ സംസ്ഥാനത്ത് അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കളക്ട് ചെയ്ത് അവരുടെ ഭാഗമാക്കി തീർക്കുക. ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ BMSന്റെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം തെന്നല്ലാപുരം ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമനിധി അപാകതകൾ പരിഹരിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അധിക നികുതി പിൻവലിക്കുക, ക്ഷേമനിധി പെൻഷൻ 3000 രൂപയാക്കുക, ടാക്സി രംഗത്ത് ബഹുരാഷ്ട്ര കുത്തകകളെ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. BMS ജില്ലാ പ്രസിഡന്റ് VN രവീന്ദ്രൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി AP സഞ്ജു, ജില്ലാ ട്രഷറർ ജയൻ, KR വിജയകുമാർ, MP രജികുമാർ എന്നിവർ പ്രസംഗിച്ചു.
ഒരു വലിയ ക്ഷേമനിധി ബോർഡാണ് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. 6 ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികൾ അംഗത്വമെടുത്തിട്ടുള്ള ഈ ക്ഷേമനിധി ബോർഡിൽ കേവലം 158 പേർക്ക് മാത്രമാണ് ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് എന്ന് കേൾക്കുമ്പോൾ ആ ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഈ 6 ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികൾ അംഗത്വമെടുത്തിട്ടുള്ള ക്ഷേമനിധി ബോർഡിൽ കേവലം 158 പേർ മാത്രം പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു എന്ന് പറയുമ്പോൾ ആ ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം എവിടെ എത്തി നിൽക്കുന്നു, അതിന്റെ പോരായ്മ എന്താണ് എന്ന് ആ കണക്കിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. വാഹനങ്ങളുടെ ടാക്സ് അടയ്ക്കണമെങ്കിൽ തൊഴിലുടമയും തൊഴിലാളിയുടെയും ക്ഷേമനിധി വിഹിതം ബോർഡിൽ അടച്ചെങ്കിൽ മാത്രമേ വാഹനങ്ങളുടെ ടാക്സ് സ്വീകരിക്കൂ എന്നുള്ള ഒരു നിയമം ക്ഷേമനിധി ബോർഡിൽ ആക്ടിൽ അമെന്റ്മെന്റ് വരുത്തുകയുണ്ടായി. എന്നിട്ടും ഇന്നും കേരളത്തിൽ ഈ ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം അവതാളത്തിലായി നടക്കുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 7 മാസങ്ങൾ പിന്നിട്ടിട്ടും ഈ ബോർഡിൽ നിന്ന് ഒരു ചില്ലി പൈസ പോലും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയുടെ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ബോർഡ് പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ആ ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി പോലും ഗവൺമെന്റ് തയ്യാറായില്ല. ഇടമല സെന്റ് പീറ്റേഴ്സ് CSI പള്ളിപ്പുരയിടത്തിൽ 100-ലധികം വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുളവും പള്ളിവക കിണറും സ്വകാര്യ വ്യക്തികളുടെ 2 കുടിവെള്ള സ്രോതസ്സും ഗ്രാമപഞ്ചായത്തിന്റെയോ മറ്റ് ഗവൺമെന്റ് അധികാരികളുടെയോ അനുവാദമില്ലാതെ കഴിഞ്ഞ ശനിയാഴ്ച 2 കുഴൽ കിണർ അടുപ്പിച്ച് നിർമ്മിച്ചതിനാൽ കിണറ്റിലെയും കുളത്തിലെയും കുടിവെള്ളം വറ്റിപ്പോയി. ഈ കാര്യങ്ങൾ CSI സഭയും പ്രദേശവാസികളും അധികാരികളെ അറിയിച്ചിട്ടും കുടിവെള്ള പ്രശ്നത്തിന് യാതൊരു പരിഹാരവും ഉണ്ടാകാത്തതിനാൽ സഭാജനങ്ങളും പ്രദേശവാസികളും അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം ആരംഭിച്ചു. ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി, ഞങ്ങളുടെ ജലം നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കർത്താവെ അടുത്തുള്ള ഓലിയും അതിനോട് ചേർന്നുള്ള കർത്താവെ 2 ഉറവുകളും വറ്റി വരണ്ട് കുടുംബങ്ങൾ, വ്യക്തികൾ ജലം ഇല്ലാതെ ആയിരിക്കുന്നു. ഞങ്ങളുടെ അംഗനവാടിയും സ്കൂളും ഈ ഓയിൽ നിന്നും ഈ കിണറ്റിൽ നിന്നും അനേക കുടുംബങ്ങൾ കോരിക്കൊണ്ടുപോയി അവരുടെ ജലം, അവിടെ കുടിജലം ഇല്ലാതായിരിക്കുന്നു. അവിടുന്ന് കനിവ് തോന്നണമേ, അവിടുന്ന് അത്ഭുതത്തെ ചെയ്യണമേ, ഈ ജലത്തെ കർത്താവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ലോകത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, പാപത്തെയും ക്രൂശിൻ ബിസിനസ് വാർത്തകൾ. തൊടുപുഴയിലുള്ള ഹീറോ ഷോറൂം ടോപ്പ് ഗിയർ ഹീറോ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളുമായി ശ്രദ്ധയാകർഷിക്കുന്നു. ഇളന്തശം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം PJ ജോസഫ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ച മുച്ചക്ര വാഹനങ്ങൾ ടോപ്പ് ഗിയർ ഹീറോയിൽ നിന്നുള്ളവയാണ്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോട് കൂടിയ ഇരുചക്ര വാഹനങ്ങൾ ടോപ്പ് ഗിയറിൽ നിന്നും വിൽപ്പനയും വിൽപ്പനാനന്തര സേവനവും നൽകി വരുന്നു.
ചരമ വാർത്തകൾ. വണ്ടമറ്റം തെക്കൽ കുര്യൻ മത്തായി നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 വണ്ടമറ്റം സെന്റ് ജോർജ് പള്ളിയിൽ. ഭാര്യ പരേതയായ റോസക്കുട്ടി അഞ്ജനി കൊട്ടാരത്തിൽ കുടുംബാംഗമാണ്. മക്കൾ ലിസി, ലൗലി, റാണി, ഷൈനി, ബെന്നി. മരുമക്കൾ ജോയി വടക്കേക്കര, ജോസഫ് പടിഞ്ഞാറൽ, ഷിജി കാക്കനാട്ട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2765 രൂപ, വെള്ളി ഗ്രാമിന് 47 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 160 രൂപ, റബ്ബർ RSS 5 കിലോഗ്രാമിന് 149 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്തായ ഇടമലക്കുടിയിൽ 99.8 ലക്ഷം രൂപ മുതൽ മുടക്കിൽ ആശുപത്രി നിർമ്മിക്കുവാൻ ഭരണാനുമതി ആയതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ. കേരള ജനതയെ പട്ടിണിക്കിടുന്ന സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെ BJP സംസ്ഥാന വ്യാപകമായി നടത്തുന്ന 24 മണിക്കൂർ ദിനരാത്ര സമരം തൊടുപുഴയിൽ സമാപിച്ചു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUCയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന സമര പ്രചരണ ജനകീയ ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. AITUC ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ജിജി ജോസഫിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ നടത്തുന്ന ന്യൂനപക്ഷ മത മേലധ്യക്ഷരുമായുള്ള സ്നേഹ സന്ദർശന പരിപാടി ഇടുക്കി ജില്ലയിലും പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹരിയാനയിൽ നിന്നും വിദഗ്ധ സംഘം മടക്കത്താനം കാപ്പ് NSS LP സ്കൂളിലെത്തി. സ്കൂളിലെ ഹൈടെക് ക്ലാസ് മുറികൾ ഈ 9 അംഗ സംഘം സന്ദർശിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.